പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത്. നിങ്ങൾ താമസിക്കാൻ പോയ കഥകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇപ്പുറത്ത് വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് വസ്കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇപ്പുറത്തേക്ക് തന്നെ വന്നു. അപ്പോൾ വിക ട്യൂഷനുണ്ട്, ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ്. ചായ കുടിക്കുന്നുണ്ട്. സാൻവിക്ക് പനിയുടെ മരുന്ന് കുടിച്ചത് കൊണ്ട് ഇത്തിരി ഒരു ആശ്വാസമുണ്ട്. രാവിലെ നമുക്ക് മുട്ടക്കറിയും പുട്ടും വെള്ളാപ്പും ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മുട്ടയൊക്കെ പൊളിക്കുന്നുണ്ട്, വീശി ചായ വെക്കുന്നുണ്ട്. ബാക്കി ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളാണ് ഈ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈ ചേച്ചിക്കുട്ടി അപ്പോൾ ഞങ്ങളോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ട്യൂഷന് പോയി. അപ്പോൾ ഞാൻ ആ സമയത്ത് അകത്ത് പോയി ഞങ്ങൾ വിരിച്ചതും കിടന്നതൊക്കെ ആയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച്. വസു ആ സമയം കൊണ്ട് എൻ്റെ വീഡിയോ സ്റ്റാൻഡ് കാണുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും തട്ടിയിടാന്നുള്ള ഉദ്ദേശത്തിലാണ് വസു നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലോട്ടിന് കുറച്ച് നേരത്തെ എവിടെയോ പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ലാലോട്ടൻ വേഗം വന്ന് ചായ കുടിക്കാൻ നോക്കുന്നുണ്ട്. വേഗം ലാലോട്ടിന് ചായയൊക്കെ കൊടുത്ത് അതിനിടയ്ക്ക് ഞാൻ വസുവിനും ചായ കൊടുക്കാൻ നോക്കുന്നുണ്ട്. കുറച്ചൊക്കെ വസു ആ സമയത്ത് കുടിച്ചു. ഞങ്ങളൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വസുവും ലാലോട്ടിനും കൂടെ അവിടെ ഇരുന്ന് ചായ കുടിച്ചു. സാൻവി ആ സമയം കൊണ്ട് TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ക്ഷീണമൊക്കെ മാറിയത് കൊണ്ട് ആളുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് ഉപ്പും മുളകുമാണ് TV ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വസുവും കുറച്ചു നേരം അവൾക്ക് കമ്പനിയായിട്ട് അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും ബവീച്ചിയും അനീഷേട്ടനും സാൻവിയും കൂടെ ഇരുന്ന് ചായ കുടിച്ച്. സാൻവിക്ക് മരുന്നൊക്കെ കുടിച്ചത് കൊണ്ട് ഇത്തിരി ഒരു ആശ്വാസമായത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഞങ്ങളെ ഇടങ്ങാറാക്കലായിരിക്കും പരിപാടി. ഇങ്ങനെ ഞങ്ങളുടെ ഇട്ടാവട്ടത്ത് നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനി ഉച്ചക്കത്തെ പരിപാടികളാണ്. ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടികളാണ്. ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പണികളുണ്ടാവും ബിരിയാണിക്ക് വെക്കുമ്പോൾ. അപ്പോൾ ബിരിയാണിയൊക്കെ തിന്നുമ്പോൾ ആ പണികളൊക്കെ അതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറും. അല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ മുറിച്ചിടാനുണ്ടാവും, കഴുകാനുണ്ടാവും, അങ്ങനത്തെ ഓരോ പണികളുണ്ടാവും. അപ്പോൾ അമ്മ ഇങ്ങനെ കുറച്ച് സാദാ ചോറും വെക്കുന്നുണ്ട്, ബാക്കി ബിരിയാണിയും വെക്കുന്നുണ്ട്. അപ്പോൾ സാലഡാക്കി. ഇവിടെ 2 തരം സാലഡ് വേണം. തൈര് കൂട്ടുന്നവരുണ്ട്, കൂട്ടാത്തവരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അമ്മ ബിരിയാണി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിനിടയിൽ കിട്ടുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്, കാരണം വേഗം കഴിഞ്ഞാൽ കുറേ പണിയെല്ലാം ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ട് വീശി നല്ല കൊഞ്ചം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് മുറിക്കാൻ ഇറങ്ങി. അപ്പോൾ അത് ഞങ്ങൾ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അതിനിടയിൽ ഒരു കത്രിക എടുത്ത് വന്നിട്ട് മുടി വെട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് ആൾ കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെയായിരിക്കും പരിപാടി. ഇട്ടാവട്ടത്ത് നിന്ന് ഇങ്ങനെ കുരുത്തക്കേട് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തകർത്ത് തന്നെ മഴ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്നാൽ നമ്മുടെ 12 മണിക്കൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ പരിപാടികൾ നടത്തി. ബിരിയാണി അടുപ്പത്ത് വേവുന്നു, കൊഞ്ചനിത മുറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് എല്ലാവരും ഇരുന്ന് ചായ കുടിച്ച് അമ്മ ഇതാ കൊഞ്ചനൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സാറ് എത്തിയിട്ടുണ്ട്. ഉച്ചഭക്ഷണമായി മണം വന്ന് തുടങ്ങിയപ്പോൾ ലാലോട്ടനെത്തി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പായസവും കൂടെ ബീച്ചിൻ്റെ വകയുണ്ട്. അപ്പോൾ ബിരിയാണി സെറ്റായപ്പോൾ ഞാൻ ഇത്തിരി വസ്കൂട്ടന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വസ്കൂട്ടന് ചോറ് കൊടുക്കുന്നതാണ് ഞാൻ. അപ്പം വസു ബിരിയാണി ചോറാകുമ്പോൾ അങ്ങ് കഴിച്ചോളും, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോഴത്തേക്കും അച്ഛനെത്തി. ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഞായറാഴ്ച രാത്രി വരെ ഞങ്ങൾ അവിടെ നിന്ന് രാത്രി ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴുള്ള ഒരു രസം. അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.